രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാ? SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതൊരു തട്ടിപ്പാണ്, അത് ആളുകളെ ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ബീഹാറിൽ നടത്തിയ സമയത്ത് അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കി. ആദ്യമൊക്കെ അന്നത്തെ ബീഹാറിലെ പ്രതിപക്ഷ ഇരുന്ന RJD അവരുടെ കൂടെ ഉണ്ടായിരുന്നു, തേജസ്വി യാദവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ തേജസ്വി യാദവിന് പിന്നെയും മനസ്സിലായി ഈ വക പൊട്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ടും ജനങ്ങളെ ഏശാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം ആ SIR-നെ കുറിച്ച് പിന്നെ പറയാൻ പോയില്ല. അങ്ങനെ SIR പശ്ചിമ ബംഗാളിൽ നടത്തി ലക്ഷക്കണക്കിന് ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ആരെയാണ് ഒഴിവാക്കിയത്? അനർഹരായിട്ടുള്ള ആളുകളെ. എന്താണ് SIR? അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് കേന്ദ്രത്തിലെ BJP സർക്കാർ വന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR എന്നൊരു പ്രക്രിയ തുടങ്ങിയത് എന്നാണ് ആളുകൾ പലരും ധരിക്കുക. സത്യത്തിൽ 1950 മുതൽ SIR നടത്തുന്നുണ്ട്. 10 വർഷം കൂടുന്ന സമയത്താണ് SIR ഓരോ സ്ഥലത്തും നടത്തുന്നെങ്കിലും പല സ്ഥലത്തും പല രീതിയിലാണ് നടത്തുന്നത്. 56, 57 നടത്തിയിട്ടുണ്ട്, 64 നടത്തിയിട്ടുണ്ട്, പല സ്ഥലത്തും 10 വർഷം കൂടുന്ന സമയത്ത് കേരളത്തിലൊക്കെ തന്നെ SIR നടത്തിയിരുന്നു. 80-കൾ നടത്തിയിട്ടുണ്ട്, 70-കൾ നടത്തിയിട്ടുണ്ട്, 60-കൾ നടത്തിയിട്ടുണ്ട്, 50-കൾ നടത്തിയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഇല്ലാത്തൊരു കുഴപ്പം ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. എന്താണ് SIR എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയാം. ഇരട്ട വോട്ടുള്ള ആളുകളെ ഒഴിവാക്കുക, ഷിഫ്റ്റ് ചെയ്ത ആളുകളെ ഒഴിവാക്കുക, മരിച്ച ആളുകളെ ഒഴിവാക്കുക, അതേപോലെ തന്നെ അനർഹരായ ആളുകളെ ഒഴിവാക്കുക. ഈ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ, അപ്പൊ ഇപ്പൊ തന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കൂടിയത്? വോട്ടിംഗ് ശതമാനം കൂടിയത് ടോട്ടൽ ഇലക്ടറേറ്റ് കുറഞ്ഞതുകൊണ്ടാണ്. ടോട്ടൽ ഇലക്ടറേറ്റ് കുറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ പേര് തന്നെ പല സ്ഥലത്തും ഉണ്ടാവും. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് SIR കുഴപ്പമാണെന്ന് പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശശി തരൂർ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, കേരളത്തിൽ UDF ജയിക്കാൻ SIR കൂടി ഒരു കാരണമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ SIR പ്രക്രിയ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാരണം കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് CPM ചെയ്തു വരുന്നത് കള്ള വോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. CPM-കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അവരവിടെ വോട്ട് ചെയ്യുന്നു, അവരവിടുന്ന് താമസം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് പോകുന്നു, അവിടെയും അവർ വോട്ടർ പട്ടികയിൽ ചേരുന്നു, അപ്പൊ അവിടെയും വോട്ട് ചെയ്യുന്നു, ഇവിടെയും വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള നിരവധി ക്രമക്കേടുകൾ. മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുന്നു. അങ്ങനെ CPM-ന്റെ കള്ള വോട്ട് വ്യാപകമായിട്ട് കുറയാൻ ഇടയായിട്ടുണ്ട് SIR എന്നുള്ളത് ശശി തരൂർ പറയുന്നത്. അപ്പൊ UDF-ന്റെ വിജയത്തിൽ SIR ഒരു ഘടകം ആണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. അതേ സമയത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് SIR കുഴപ്പമാണെന്ന്. അപ്പൊ ഇതാണ് രാഹുൽ ഗാന്ധിയെ തുറന്നു കാണിക്കാൻ ആരാണിപ്പം ശ്രമിച്ചിരിക്കുന്നത്, ആരാണ് തുറന്നു കാണിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ തുറന്നു കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അനുയായിയായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാണ്.